പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് മാധവിക്കുട്ടിയുടെ ഒരു രചനയാണ്. അതിൽ പഴയ കഥ തന്നെ. അമ്മ ബന്ധുവീട്ടിൽ വിരുന്നിനു പോയ തക്കത്തിന് പ്രായമെത്താത്ത മകളെ വളർത്തച്ഛൻ ബലാത്സംഗം ചെയ്യുക. തുരുമ്പിച്ച ആണി പോലെ തേമ്പിയ മുറുക്കാൻ കറ പിടിച്ച 2 നിര പല്ലുകൾ പുറത്തുകാട്ടി ആയി എന്ന് വീട്ടുകാരെല്ലാം ബഹുമാനപൂർവ്വം വിളിക്കുന്ന ആ തടിച്ചു കൊഴുത്ത സ്ത്രീ നിലത്ത് മതിലിൽ ചാരിയിരുന്ന് തലയറഞ്ഞ് ഉറക്കെ ചിരിച്ചു. "അനസൂയ, നിന്റെ ഗോവിന്ദനെ പോലൊരു കള്ളനിൽ നിന്നും മറ്റെന്താണ് നീ പ്രതീക്ഷിക്കുന്നത്?" 12 വയസ്സുള്ള മകളെ വിൽക്കാൻ കൊണ്ടുവന്ന് ഏൽപ്പിച്ച മെലിഞ്ഞ സ്ത്രീയോട് ആയി ചോദിച്ചു. "പോയതൊക്കെ പോകട്ടെ, സുന്ദരിയായ നിന്റെ മകളെപ്പറ്റി നിനക്ക് ഇനി ദുഃഖമേ വേണ്ട. ഇവിടെ അവൾക്ക് സുഖമായിരിക്കും. കുറേ നാൾ കഴിയുമ്പോൾ അവളെ നിനക്ക് തിരിച്ചറിയാൻ പോലും വയ്യാതാവും. നല്ല ആഹാരമാണ് അവൾക്ക് വേണ്ടത്. എൻ്റെ കീഴിലുള്ള പെൺകുട്ടികളെ നോക്ക്. അവരിൽ ആർക്കെങ്കിലും ആരോഗ്യമില്ലെന്ന് അനസൂയയ്ക്ക് തോന്നുന്നുണ്ടോ? രാവിലെ മുട്ടയും പൊറോട്ടയുമാണ് അവർക്ക് ഞാൻ കൊടുക്കുന്നത്." ആ കൊച്ചു പെൺകുട്ടി ചുറ്റും നോക്കി. അങ്ങിങ്ങായി നിലത്ത് 6-7 ചെറുപ്പക്കാരികൾ ഇരിപ്പുണ്ടായിരുന്നു. എല്ലാവരും ആരോഗ്യവതികൾ തന്നെ. നേർത്ത കൈത്തണ്ടയിൽ ഓറഞ്ച് നിറമുള്ള വളകൾ അണിഞ്ഞ അല്പം മെലിഞ്ഞ ഒരു പെൺകുട്ടി മാത്രം ജനലിലൂടെ ഒളിഞ്ഞു നോക്കി നിന്നു. അവൾക്ക് 15-ലധികം പ്രായം വരാൻ വഴിയില്ല. ഇവളായിരിക്കാം എൻ്റെ കൂട്ടുകാരിയാകാൻ പോകുന്നത്, കൊച്ചു പെൺകുട്ടി വിചാരിച്ചു. "രുക്മിണി, ഇങ്ങടുത്ത് വാ." ഉരുണ്ടു നിറഞ്ഞു തൂങ്ങി നീന്ന മാറിലേക്ക് ആ കുട്ടിയെ ആയി സ്നേഹപൂർവ്വം അടക്കി പിടിച്ചു. "പാവപ്പെട്ട നിന്റെ അമ്മയോട് നീ യാത്ര പറ. നിന്റെ അമ്മയ്ക്ക് വളരെ ദൂരം പോകേണ്ടതുണ്ട്. നേരവും വൈകിയിരിക്കുന്നു." പോസ്റ്റ്മാൻ അപ്പോൾ മടങ്ങി പോവുകയായിരുന്നു. "എനിക്ക് കത്ത് വല്ലതുമുണ്ടോ?" ആയി ചോദിച്ചു. സൈക്കിളിൻ്റെ വേഗത നന്നേ കുറച്ച് പോസ്റ്റ്മാൻ ആ സ്ത്രീയെ നോക്കി നർമ്മ മധുരമായി മന്ദഹസിച്ചു. "10 കൊല്ലം മുമ്പ് വീട്ടിൽ നിന്ന് ഓടിപ്പോയ കാശിന് കൊള്ളാത്ത എൻ്റെ പൊന്നുമോൻ എന്നെങ്കിലും അയച്ചേക്കാവുന്ന ഒരു കത്തും കാത്തിരിക്കുകയാണ് ഞാൻ," ആയി പറഞ്ഞു. "കത്ത് വരാതിരിക്കയില്ല." സാരി തുമ്പെടുത്ത് ചുവന്ന മൂക്ക് തുടച്ചുകൊണ്ട് രുക്മിണിയുടെ അമ്മ ആശ്വസിപ്പിച്ചു. "നിങ്ങളുടെ ഹൃദയം ശുദ്ധമാണ്. ഏറെക്കാലം നിങ്ങളെ ഈശ്വരൻ സങ്കടപ്പെടുത്തുകയില്ല." വരണ്ട കണ്ണുകൾ കൊണ്ട് രുക്മിണി അവളുടെ അമ്മയെ നോക്കി. വീട് വിട്ടു നിൽക്കുന്നതിൽ അവൾക്ക് അശേഷം സങ്കടമുണ്ടായിരുന്നില്ല. അവളുടെ അച്ഛൻ അപ്രത്യക്ഷനായതിനെ തുടർന്ന് വീട്ടിൽ വന്നു കയറിയ വളർത്തച്ഛൻ ഒരു മൃഗമായിരുന്നു. എല്ലാ ദിവസവും രാത്രി അയാൾ അമ്മയെ ഉപദ്രവിക്കുമായിരുന്നു. വീട്ടിൽ താൻ ഒറ്റയ്ക്കാകുമ്പോൾ അയാൾ അവളുടെ മുട്ടിട്ട് വരുന്ന പിഞ്ചു മുലകളെ ഞരടി നോവിപ്പിക്കുമായിരുന്നു. അവസാനം കഴിഞ്ഞയാഴ്ച അയാൾ അവളിൽ തുളഞ്ഞു കയറി. തറ മുഴുവൻ അവളുടെ ചോര പരക്കും വരെ. "നിനക്ക് ഞാൻ കല്യാണം ചെയ്തു തന്ന ആ നല്ലവനായ ഭർത്താവിനെ നീ കളയരുതായിരുന്നു അനസൂയ," ആയി പറഞ്ഞു. "അവൻ എന്നും വീട്ടിൽ വരുന്നില്ലേ? കുടിയനുമായിരുന്നില്ലല്ലോ. പക്ഷേ ദാമ്പത്യം പഴകിയപ്പോൾ കുറെ കൂടി ചെറുപ്പക്കാരനായ ഒരുത്തനെ നീ ആഗ്രഹിച്ചു. ഇപ്പോൾ നിനക്ക് തൃപ്തിയായോ?" "ആയി, ഇനിയും എന്നെ ശകാരിക്കാതിരിക്കൂ," അനസൂയ ദീനയായി യാചിച്ചു. "ഞാനൊരു പാപി. എൻ്റെ കുട്ടിയെങ്കിലും രക്ഷിക്കൂ. അവൾ പാപം ചെയ്യാത്ത പാവമാണ്." അഴുക്കുപുരണ്ട നോട്ടുകൾ കടലാസിൽ ചുരുട്ടി അനസൂയ ഇടുപ്പിൽ തിരുകി. "നിങ്ങളിൽ നിന്നും ഞാൻ പണമേ വാങ്ങുകയില്ലായിരുന്നു ആയി," ഏങ്ങൽ നിറഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു. "വീട്ടിൽ മുഴുപട്ടിണിയാണ്. കുട്ടിക്ക് കുറച്ച് ചായ മാത്രമാണ് ഇന്ന് കൊടുത്തത്. ഉച്ചയ്ക്ക് ഒരു പഴവും." അവിടെ നിന്നിറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടന്ന അമ്മയെ പൂമുഖത്തെ കമ്പിയഴികളിൽ ഞാന്നു നിന്ന് രുക്മിണി നോക്കി. അവസാനം അവളുടെ അമ്മ ഒരു പച്ച പൊട്ടായി അകലെ മറ്റു നിറങ്ങളിൽ അലിഞ്ഞു ചേർന്നപ്പോൾ അവൾ തിരിഞ്ഞ് പുതിയ അമ്മയെ നോക്കി. ഇടത്തെ ഉള്ളം കൈയിൽ വെച്ച് പുകയിലയും ചുണ്ണാമ്പും ഞരടുകയായിരുന്നു ആയി. അകത്തുനിന്നും വന്ന മെലിഞ്ഞ പെൺകുട്ടി ഇമകൾ വെട്ടിച്ചുകൊണ്ട് രുക്മിണിയെ നോക്കി ചിരിച്ചു. നീല പാവാടയും കീറി തുടങ്ങിയ വെള്ള ബ്ലൗസുമായിരുന്നു അവളുടെ വേഷം. വളകൾ അവളുടെ കൈത്തണ്ടുകളിൽ ഉറഞ്ഞുകിടക്കുന്ന പ്രതീതി ജനിപ്പിച്ചു. "ഇതിലേതെങ്കിലും നിനക്ക് വേണോ?" മെലിഞ്ഞ ആ പെൺകുട്ടി ചോദിച്ചു. "നൈലോൺ വളയാണ്, പ്ലാസ്റ്റിക് അല്ല. കഴിഞ്ഞ മാസം എക്സിബിഷനിൽ നിന്നും ആയി എനിക്ക് വാങ്ങിത്തന്നതാണ്." "ഇവിടുത്തെ രീതിയെല്ലാം നീ രുക്മിണിക്ക് പറഞ്ഞു കൊടുക്കണം," ആയി സീതയോട് പറഞ്ഞു. "സീത, നിന്നെ കാണാൻ 2 വയസ്സിന് ഇളപ്പം
സീത, നിന്നേക്കാൾ 2 വയസ്സിന് എളുപ്പമാണ് രുക്മിണി, ആയി കൂട്ടിച്ചേർത്തു. രുക്മിണിയുടെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് സീത പറഞ്ഞു, വേണമെങ്കിൽ നിനക്ക് എൻ്റെ വളകൾ തരാം. അവളുടെ കൈകൾ സീത കണ്ണുകൊണ്ട് പരിശോധിച്ചു. എന്നിട്ടവൾ ചിരിച്ചുകൊണ്ട് അത്ഭുതം കൂറി, ഓ, വയസ്സിലും കവിഞ്ഞ വളർച്ചയുണ്ടല്ലോ നിന്റെ ശരീരത്തിന്. സീതയുടെ വിളറിയ കൈകളേക്കാൾ കൊഴുപ്പുള്ളതായിരുന്നു രുക്മിണിയുടെ കൈകൾ. പെട്ടെന്ന് രുക്മിണിക്ക് ഒരു വല്ലായ്മ തോന്നി. എൻ്റെ കറുത്ത നിറത്തിന് ഓറഞ്ച് നിറത്തിലുള്ള വളകൾ ചേരില്ല, രുക്മിണി മറുപടി പറഞ്ഞു. അതിന് നീ കറുത്തവളല്ലല്ലോ, ഇടയ്ക്കു കയറി പറഞ്ഞു. വെയിലത്ത് സ്കൂളിൽ നീ നടന്നല്ലേ പോകുന്നത്, അതുകൊണ്ടാണ് നിന്റെ തൊലിക്ക് ഈ കരിവാളിപ്പ്. 1 മാസം കൊണ്ട് മോളെ നിന്റെ നിറമെല്ലാം ഞങ്ങൾ മാറ്റിയെടുക്കും. നിലത്ത് ചുരുണ്ടുകൂടി കിടന്നിരുന്ന ഒരു കറുത്ത പെൺകുട്ടി ചാടി എഴുന്നേറ്റ് രുക്മിണിയെ തുറിച്ചു നോക്കി. കറുപ്പിനെന്താ കുഴപ്പം? ആയിയോടായി അവൾ ചോദിച്ചു. ഞാൻ കറുപ്പല്ലേ? ഇവിടെ വരുന്നവരെല്ലാം എന്നിട്ടും എന്നെയല്ലേ ആവശ്യപ്പെടുന്നത്? ആവിയുടെ ഗന്ധമുള്ള ഇരുണ്ട ഇടനാഴിയിലേക്ക് രുക്മിണിയെ സീത ഇളുത്തുകൊണ്ടുപോയി. ആവിയുടെ ഗന്ധമുള്ള ഇരുണ്ട ഇടനാഴിയിലേക്ക് രുക്മിണിയെ സീത കൊണ്ടുപോയി. അവിടെ നിന്നും ഒരു വലിയ ഹാളിലേക്കും. ആ ഹാളിൽ പുൽപ്പായകളിൽ ഏതാനും ചെറുപ്പക്കാരികൾ ഉറങ്ങിക്കിടന്നു. അതിലൊരു യുവതിയുടെ ഇറക്കം കുറഞ്ഞ സ്കേർട്ട് സ്ഥാനം മാറിക്കിടക്കുകയായിരുന്നു, അവളുടെ നിതംബത്തിന്റെ നഗ്നഭംഗി പ്രദർശിപ്പിച്ചുകൊണ്ട്. അത് കണ്ട് വെറുപ്പോടെ രുക്മിണി ദൂരെ നോക്കി. നാണമില്ലാത്തവൾ എന്ന് പറഞ്ഞ് സീത ഒരു ടവലെടുത്ത് അവളുടെ തുടയിലേക്ക് ഇട്ടുകൊടുത്തു. ഇവൾ രാധയാണ്, മഹാചുണ്ടിക്കാരി, സൂക്ഷിച്ചു വേണം അവളോട് പെരുമാറാൻ. ഹാളിൻ്റെ ഒരു മൂലയിലിരുന്ന പായ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സീത പറഞ്ഞു, അവിടെയാണ് ഞാൻ പകൽ കിടന്ന് ഉറങ്ങുന്നത്. നിനക്കും കൂടി ആ പായിൽ എന്നോടൊപ്പം കിടക്കാം. ഞാൻ പകൽ ഉറങ്ങാറില്ല, രുക്മിണി പറഞ്ഞു. അത് കേട്ട് ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ച സീത പെട്ടെന്ന് അടിവയറ്റിൽ അമർത്തിപ്പിടിച്ചു. അല്ലെങ്കിൽ വയറ് പൊട്ടിപ്പോയേക്കുമെന്ന് ഭയന്നെന്നോണം. നീ ഒരു കുട്ടി തന്നെ, സീത പറഞ്ഞു. നിനക്കൊന്നും അറിഞ്ഞുകൂടാ, നീ വെറും പാവമാണ്. ഇവിടെ രാത്രി നമുക്ക് ഉറങ്ങാൻ കഴിയുമെന്നാണോ നീ വിചാരിക്കുന്നത്? വരുന്നവരെ രസിപ്പിക്കുന്നതിലായിരിക്കുകയില്ലേ നാം എല്ലാം അപ്പോൾ മുഴുകിയിരിക്കുക. രാത്രിയിൽ സന്ദർശകരോ? രുക്മിണി അത്ഭുതം പ്രകടിപ്പിച്ചു. രാത്രി ആരാണ് സന്ദർശകർ? സീതയ്ക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. ഹോ ഹോ ഹോ, അവൾ ശബ്ദമുണ്ടാക്കി ചിരിച്ചു. നീ ഒരു നല്ല തമാശ തന്നെ. ചിരിച്ചു പാവാടയിൽ കൂടി ഞാൻ പെടുത്തുപോകും. സീതയ്ക്കും തനിക്കും കൂടിയുള്ള പായയിൽ രുക്മിണി പുസ്തകസഞ്ചി വെച്ചു. രാത്രിയിൽ വരുന്ന പുരുഷന്മാർ കാര്യങ്ങൾ ചെയ്യുന്നത് ഇവിടെ വെച്ചാണ്, സീത പറഞ്ഞു. എന്ത് കാര്യങ്ങൾ? രുക്മിണിയുടെ കൗതുകമുണർന്നു. അവൾ അവളുടെ വളർത്തച്ഛൻ്റെ കാര്യം ഓർത്തുപോയി. നിലത്തു കിടക്കുമ്പോൾ അയാൾ തൻ്റെ മേൽ വന്നുകയറിയപ്പോൾ അനുഭവപ്പെട്ട വേദനയെപ്പറ്റിയും അവൾ ഓർത്തു. താമസിയാതെ തന്നെ അതൊക്കെ നിനക്ക് മനസ്സിലാകും, സീത പറഞ്ഞു. അവരെയൊക്കെ നീ അനുസരിക്കണം, അല്ലെങ്കിൽ നിന്നെ പട്ടിണിക്കിട്ട് കൊന്നുകളയും. അവന്മാർ ആവശ്യപ്പെടുന്നതിനെന്തും നീ വഴങ്ങിക്കൊടുക്കണം. പുരുഷന്മാർ ശരിക്കും നായ്ക്കളാണ്. അവർ ഇടനാഴിയിലേക്ക് ശബ്ദമുണ്ടാക്കാതെ പതുക്കെ കടന്നപ്പോൾ ഒരു മുറിക്കുള്ളിൽ നിന്നും വന്ന നേർത്ത ഒരു ശബ്ദം. ആരാണതെന്ന് ചോദിച്ചു. ഇത് ഞാനാണ് സീത, വിളറിയ പെൺകുട്ടി പറഞ്ഞു. ഉച്ചയുണ്ടാക്കാതെ അകത്തു നിന്നും നേർത്ത ശബ്ദം ശാസിച്ചു. ഈ വീട്ടിലെ പ്രിയപ്പെട്ട മീരാത്തായിയാണത്, സീത രുക്മിണിയോട് അടക്കത്തിൽ പറഞ്ഞു. അവർ മാത്രമായി ഒറ്റയ്ക്ക് ഒരു മുറി നൽകിയിരിക്കുന്നത്. അവളൊരു സുന്ദരിയാണ്, മെട്രിക്കുലേറ്റുകാരി, മറ്റുള്ളവരെല്ലാം പഠിക്കാത്തവരും. നീ ഏതുവരെ പഠിച്ചു രുക്മിണി? 6ാം സ്റ്റാൻഡേർഡിലാണ് ഞാൻ, രുക്മിണി മറുപടി പറഞ്ഞു. അതെന്തായാലും നന്നായി, സീത തുടർന്നു. കുറച്ചെങ്കിലും നിനക്ക് ഇംഗ്ലീഷ് വായിക്കാൻ കഴിയുമല്ലോ അല്ലേ? ഇംഗ്ലീഷോ? ഇല്ല, രുക്മിണി മറുപടി പറഞ്ഞു. ഇംഗ്ലീഷ് വളരെ കട്ടിയാണ്. ഇക്കൊല്ലമേ ഞങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. മറാത്തിയും ഹിന്ദിയും എനിക്ക് വായിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്ന ഒരാൾ എനിക്ക് ഒരിക്കൽ വായിക്കാൻ എന്ന് പറഞ്ഞു തന്ന ബുക്ക് നീ എനിക്ക് വായിച്ചു മനസ്സിലാക്കി തരണം. അത് മുഴുക്കെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും വൃത്തികെട്ട രൂപത്തിലുള്ള നഗ്ന ചിത്രങ്ങളാണ്. വലിയ പഠിപ്പുള്ളവളാണെന്ന് ഞാൻ ഭാവിച്ചപ്പോഴാണ് അയാൾ എനിക്ക് ആ പുസ്തകം സമ്മാനിച്ചത്. അതും പറഞ്ഞ് സീത വീണ്ടും ചിരിച്ചു. ചിരിക്കുമ്പോഴെല്ലാം നീ വയറിൽ അമർത്തി പിടിക്കുന്നത് എന്താ? രുക്മിണി ചോദിച്ചു. ചിരിക്കുമ്പോഴെല്ലാം വയറ്റിനുള്ളിൽ എന്തോ ഒന്ന് കൊളുത്തി പിടിക്കും പോലെ എനിക്ക് തോന്നും, സീത പറഞ്ഞു. എനിക്ക് ആകെ വയ്യ, വിശപ്പ് പോലുമില്ല. പൂമുഖത്തു നിന്നും രോഷത്തിൽ ഒരു ശബ്ദം പെട്ടെന്ന് ഉയർന്നു വന്നു. ഒരിക്കലും അത് ശരിയല്ല ലക്ഷ്മി.
ആ ശബ്ദം തുടർന്നു. നിന്റെ പെൺകുട്ടികൾക്കെതിരെ ഞാൻ ഒരിക്കലും ഒന്നും പറയുകയില്ല. എനിക്ക് നീ എൻ്റെ ഇളയ അനുജത്തിയെ പോലെയാണ്. അല്ലെങ്കിലും നിന്റെ പെൺകുട്ടികൾക്കെതിരായി എനിക്ക് എന്ത് പറയാനാണുള്ളത്? എല്ലാവർക്കും അറിവുള്ളതല്ലേ, നല്ല അച്ചടക്കമുള്ളതാണ് നിന്റെ വീട് എന്ന്. നിന്റെ പെൺകുട്ടികളെല്ലാം ആരോഗ്യമുള്ളവരും തുടുത്ത ശരീരമുള്ളവരുമാണെന്ന്. അടുത്ത കാലത്ത് പ്രശസ്തയായ ഒരു സിനിമാ നടിയെ പോലെയാണ് നിന്റെ മീര കാണാനെന്നാണ് ഇൻസ്പെക്ടർ സാഹിബ് എന്നോട് പറഞ്ഞത്. ഓ, ആ നടിയുടെ പേര് ഞാൻ മറന്നുപോയി. അതൊരു നീളം കൂടിയ പരിഷ്കാര പേരാണ്. ആയി തടിച്ച കാലുകളും കവച്ച് വെച്ച് മതിലിലേക്ക് ചാരി കുറച്ചു നേരം പുകയിലയും ചവച്ച് അവർ എന്തോ ആലോചിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് അവർ ചോദിച്ചു, ഇൻസ്പെക്ടർ സാഹിബിനെ സിന്ധുത്തായി എവിടെ വെച്ചു കണ്ടു? ആയി വെറ്റില ചെല്ലത്തിൽ നിന്നും ഒരു നുള്ളു പുകയില പുറത്തെടുത്തുകൊണ്ട് ആ ചോദ്യം കേൾക്കാത്ത ഭാവത്തിൽ അവർ ഇരുന്നു. ആയി പക്ഷേ ചോദ്യം ആവർത്തിച്ചു. ആ ചോദ്യത്തിൽ പതിയിരിക്കുന്ന അപകടം എന്താണെന്ന് സിന്ധുത്തായിക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. ഇന്നലെ കൗസല്യയുടെ വീട്ടിൽ വെച്ച്. ഒടുക്കം സിന്ധുത്തായി പറഞ്ഞു. നന്ദി കെട്ടവൻ, ആയി അലറി. ഞാൻ ഇവിടെ അയാൾക്ക് വിലപിടിപ്പുള്ള വസ്തുക്കൾ സമ്മാനിച്ചിട്ടും ആഴ്ചതോറുമുള്ള പടിയായ 50 രൂപ പോരാഞ്ഞിട്ട് എൻ്റെ എല്ലാ പെൺകുട്ടികളെയും ചക്കാത്തിന് വിട്ടുകൊടുത്തിട്ടും അയാൾ എൻ്റെ എതിരാളിയുടെ വീട്ടിൽ സുഖം തേടി പോകാനുള്ള മനസ്സ് എങ്ങനെ വന്നു? എൻ്റെ കുട്ടികൾക്ക് എന്താണ് ഒരു പോരായ്മ? കൗസല്യയുടെ കുട്ടികൾ എൻ്റെ കുട്ടികളോളം വൃത്തിയുള്ളവരാണ്. പെൺകുട്ടികൾ? ആയി ചോദിച്ചു. സീതയില്ലേ, ഭംഗിയുള്ള, അവളുടെ തൊലി നല്ല വെളുത്തതല്ലേ, അവളുടെ ശരീരം കമ്പമുണ്ടാക്കുന്നതല്ലേ. സീത ആരോടും സഹകരിക്കുന്നില്ല പോലും. ആ കിളവിത്തള്ള തട്ടിവിട്ടു. ഞാൻ ഇന്ന് വാങ്ങിയ പെൺകുട്ടിയെ നിങ്ങൾ കണ്ടോ? ആയി ചോദിച്ചു. രുക്മിണി, ഇവിടെ വരൂ, സിന്ധുത്തായി നിന്നെ ഒന്ന് കാണട്ടെ. രുക്മിണിയെ പൂമുഖത്തേക്ക് സീത ഉന്തിത്തള്ളി വിട്ടു. ആ കിളവി ആ കൊച്ചുകുട്ടിയുടെ കാൽവണ്ണകളിൽ നുള്ളുകയും പിൻഭാഗം ഒഴിയുകയും ചെയ്തു. കൊള്ളാം, നല്ല ഉറപ്പ്, സുന്ദരി. സിന്ധുത്തായി ചോദിച്ചു. എത്ര രൂപ കൊടുത്താണ് ഇവളെ വാങ്ങിയത്? ഇവൾക്ക് വേണ്ടി നിനക്ക് ഒട്ടുവളരെ രൂപ ചെലവായി കാണുമല്ലോ. കിളവിയുടെ കാതിൽ ആയി എന്തോ മന്ത്രിച്ചു. ഓ, ഇവൾ അനസൂയയുടെ കുട്ടിയോ? അതാണ് ഇവൾക്ക് ഇത്ര മനോഹരമായ കൊതിപ്പിക്കുന്ന കാലുകളുള്ളത്, സിന്ധുത്തായി പറഞ്ഞു. ഇങ്ങനെ ഒരു കൊച്ചു ദേവത എൻ്റെ വീട്ടിലുണ്ടെന്ന് സിന്ധുത്തായി ഇൻസ്പെക്ടർ സാഹിബിനോട് പറയുമോ? ആയി ചോദിച്ചു. ഇന്ന് വൈകിട്ട് തന്നെ ഞാൻ ചെന്ന് പറയാം, സിന്ധുത്തായി സമ്മതിച്ചു. പിച്ചളപ്പെട്ടിയിൽ നിന്നും അല്പം വെറ്റിലയും എടുത്തുകൊണ്ട് അവർ പുറപ്പെടാൻ ഒരുങ്ങി. വൃത്തികെട്ട കൂർത്ത നഖങ്ങൾ നിറഞ്ഞ ചുക്കിച്ചുളിഞ്ഞ അവരുടെ കൈകളിൽ രുക്മിണി നോക്കി. ആ കിളവിത്തള്ള എന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു മരം കൊത്തി എൻ്റെ തൊലിയിൽ കൂർത്തുമൂർത്ത കൊക്കുകൊണ്ട് കൊത്തി വലിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എന്തൊരു വൃത്തികെട്ട സ്ത്രീ, രുക്മിണി സീതയോട് സ്വകാര്യമായി പറഞ്ഞു. അവരൊരു നുണച്ചിയാണ്, എനിക്കവരെ കണ്ടുകൂടാ, സീതയും പറഞ്ഞു. 2 തെരുവു വിളക്കുകളെല്ലാം തെളിഞ്ഞെങ്കിലും ആകാശം ഊത നിറമാർന്നിരുന്നു. അപ്പോഴാണ് മീര മീര എന്ന് ഗൗരവത്തോടെ വിളിച്ചുകൊണ്ട് മീരത്തായിയുടെ പതിവുകാരനായ കോളേജ് വിദ്യാർത്ഥി ആടി ഉലഞ്ഞു വന്നു കയറിയത്. കടുകണ്ണ പുരട്ടി കാലുകൾ തിരുമ്മിക്കൊണ്ട് കുളിമുറിയിൽ ഇരിക്കുകയായിരുന്ന ആയിയും അവൻ്റെ ശബ്ദം കേട്ടു. അവരുടെ പുരികം ഒന്ന് ചുളിയുകയും ചെയ്തു. പിന്നെയും ആ വായാടിക്കോത തന്നെ. കാലുകൾ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയോട് ആയി പറഞ്ഞു. ഇത്തവണയും അവൻ പണം തന്നില്ലെങ്കിൽ പോലീസിനെ കൊണ്ട് ഞാൻ അവനെ ആട്ടി ഓടിക്കും. അവർ ചോദിച്ചു. രാധേ, അവൻ എപ്പോഴെങ്കിലും നിന്റെ അടുത്ത് വന്നിട്ടുണ്ടോ? ആ ചെറുക്കന് മീരയെ മാത്രം മതി. അവളുടെ ഭർത്താവാണെന്ന മട്ടിലാണ് അവൻ്റെ പെരുമാറ്റം. രാത്രി വളരെ ഇരുട്ടുന്നത് വരെ അവൻ അവളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. ചിലപ്പോൾ അവർ വഴക്കു പോലും കൂടാറുണ്ട്, രാധ മറുപടി നൽകി. രാത്രി വളരെ ഇരുട്ടും വരെയോ? ആയി അത്ഭുതം പ്രകടിപ്പിച്ചു. അത്രയും നേരം ഇരിക്കുന്നതിനുള്ള പണം അവൻ കൊടുക്കാറുണ്ടോ? ആയി ചോദിച്ചു. അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, രാധ പെട്ടെന്ന് പരിഭവത്തോടെ പറഞ്ഞു. എന്തായാലെന്താ, അവളല്ലേ ആയിയുടെ പുന്നാരക്കുട്ടി. ഈ വീട്ടിൽ മീരയെ ആരും ഒന്നും പറഞ്ഞുകൂടാ. ഇപ്പോഴിപ്പോഴവൾക്ക് കുറെ അഹങ്കാരവും വന്നിട്ടുണ്ട്. തലവേദന ഭാവിച്ച് ഇൻസ്പെക്ടർ സാഹിബിനോട് പോലും ഇന്നലെ അവൾ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. നമ്മുടെ തൊഴിലിനു വേണ്ട പെരുമാറ്റമൊന്നും അല്ല അവളിൽ നിന്നുണ്ടാകുന്നത്. അവൾക്ക് ആ കോളേജ് വിദ്യാർത്ഥി മാത്രം മതി എന്ന മട്ടാണ്. വേശ്യകൾക്ക് അങ്ങനെ ആകാമോ? രാധയെ, നീ അനാവശ്യം പറയരുത്, ആയി ശാസിച്ചു. വേശ്യ എന്ന് പറയുമ്പോൾ ആയിക്ക് ഇഷ്ടമാവില്ല. രാധ പിറുപിറുത്തു. നമ്മളെല്ലാം വേശ്യമാരാണെന്ന് ആയിക്ക് നന്നായി അറിയാം. സത്യം തുറന്നു പറയുകയും സമ്മതിക്കുകയും ചെയ്യണമെന്ന പക്ഷക്കാരിയാണ് ഞാൻ.
നീ ആ കാലൊന്നുകൂടി ബലമായി തിരുമ്മ് ആയി ആവശ്യപ്പെട്ടു. മീരയുടെ മുറിയിൽ നിന്നും ഒരു പുരുഷ ശബ്ദം മുഴങ്ങി കേട്ടു. ഒപ്പം മീരയുടെ ചിരിയും. ആയി ആകപ്പാടെ അസ്വസ്ഥയായി. അവൻ എന്താണ് ഇത്ര തോനെ പറയാനുള്ളത്? ആയി ചോദിച്ചു. അവൻ രാഷ്ട്രീയം പഠിപ്പിക്കുകയാണ്, രാധ മറുപടി പറഞ്ഞു. ഇത്രയും പാടുപെട്ട് ഇത്രയിടം വന്നത് അവളോട് വിപ്ലവത്തെപ്പറ്റി ഉത്ബോധനം നടത്താൻ വേണ്ടിയാണോ? ചെറുപ്പക്കാരൻ്റെ മുഖം പെട്ടെന്ന് വിവരണമായി. പണം കൊടുത്തതാണ് ഞാൻ. അവനിൽ നിന്നും വാക്കുകൾ ഉതിർന്നു വീണു. ആയി അവജ്ഞ നിറഞ്ഞൊരു നോട്ടം എറിഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു. ഇതൊരു വേശ്യാലയമാണ്, യോഗശാലയല്ല. ചെയ്യാനുള്ളത് ചെയ്തിട്ട് എളുപ്പം ഇറങ്ങിപ്പോ. പതിവുകാർ വരാൻ സമയമാകുന്നു. വാതിലുകൾ വീണ്ടും അടഞ്ഞു. പൂമുഖത്ത് പോയ ആയി നാലുപാടും ഒന്നു നോക്കി. കസവും കിന്നരികളും വെച്ചു പിടിപ്പിച്ച തിളങ്ങുന്ന പുടവകൾ പെൺകുട്ടികൾ ധരിക്കുകയായിരുന്നു. അവർ മുഖത്ത് ചായം പൂശുകയും തലമുടിയിൽ പൂ ചൂടുകയും ചെയ്യുന്നു. നിലത്ത് ചോക്കു കഷ്ണം കൊണ്ട് വരച്ച ഒരു വലിയ ചതുരത്തിനകത്തു നിന്ന് 2 പെൺകുട്ടികൾ ഓടുകഷ്ണം എറിഞ്ഞ് കൊന്നിച്ചാടി കളിക്കുന്നു. കൊച്ചുകുട്ടികളുടെ കളി മതിയാക്ക് സീതേ, പതിവുകാർ വരാറായി, ആയി ശാസിച്ചു. ആയി പറഞ്ഞു നിർത്തിയതും തടിച്ചുരുണ്ട ഇൻസ്പെക്ടർ സാഹിബ് പൂമുഖത്ത് കടന്നു വന്നതും ഒരുമിച്ചായിരുന്നു. അദ്ദേഹം രുക്മിണിയുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആയിയോട് ചോദിച്ചു. നിന്റെ പുതിയ റിക്രൂട്ടാണോ? ആയി അതേ എന്ന് തലകുലുക്കി. വാ എന്ന് പറഞ്ഞ് ആ കുട്ടിയെയും എടുത്തുകൊണ്ട് അയാൾ ഉള്ളിലേക്ക് കയറിപ്പോയി. കൂടെ ചെല്ലൂ, അദ്ദേഹം നമ്മുടെ ആളാണ്, ആയി രുക്മിണിയോട് നിർദ്ദേശിച്ചു. മുറിക്കുള്ളിലെ കട്ടിലിലേക്ക് ആ പെൺകുട്ടിയെ തള്ളി മറിച്ചുകൊണ്ട് ഇൻസ്പെക്ടർ അവളുടെ ഫ്രോക്ക് വലിച്ചു പൊക്കി. ഓ, നീ നിക്കറും ഇട്ടിരിക്കുന്നോ? നീ അപ്പോൾ കൂടിയ പുള്ളിയാണല്ലോ, ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. അയാളുടെ കൈവിരലുകൾ അവളിൽ അയച്ചു കയറിയപ്പോൾ രുക്മിണി അയാളുടെ പിടിയിൽ നിന്നും കുതറി മാറാൻ ശ്രമിച്ചു. എന്നെ വിടൂ, വിതുമ്പിക്കൊണ്ട് രുക്മിണി അപേക്ഷിച്ചു. വിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കണ്ണ് ഞാൻ മാന്തിയെടുക്കും. എന്തു പറഞ്ഞടി കാട്ടുപൂച്ചേ? ക്രോധം കൊണ്ട് തിളച്ചു മറിഞ്ഞ ഇൻസ്പെക്ടർ ചോദിച്ചു. അയാളുടെ ശബ്ദം ആകെ മാറി. അത് കൂടുതൽ പരുഷമായി. ആ, എന്നെ അള്ളി മുറിക്കും അല്ലേടി? കുടിച്ചി പോയി. അവളുടെ തലമുടിയാകെ ഇളകി ചിതറിക്കിടന്നിരുന്നു. വിയർപ്പു തുള്ളുകൾ നെറ്റിയിൽ മുട്ടിട്ടു നിന്നു. വന്നപാടെ അവൾ ചതുരക്കളത്തിൽ കയറി പഴയതുപോലെ കൊന്നിക്കളിക്കാൻ തുടങ്ങി. സീത അവളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കളിയും നോക്കിയിരുന്നു. കളിയിൽ മുഴുകിയിരുന്ന രുക്മിണി പെട്ടെന്ന് ആഹ്ലാദത്തോടെ ഞാൻ ജയിച്ചേ എന്ന് വിളിച്ചു കൂവിയതും ആയിയെ നോക്കി ചിരിച്ചുകൊണ്ട് ഇൻസ്പെക്ടർ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നതും ഒന്നിച്ചായിരുന്നു. ഇവൾ ഒരു അള്ളിപ്പൂച്ചയാണ്. എങ്കിലും ഈ ട്രേഡിൻ്റെ എല്ലാ കൗശലവും അവൾക്കറിയാം. എനിക്ക് അവളെ അങ്ങ് പിടിച്ചു, ഇൻസ്പെക്ടർ ആയിയോട് പറഞ്ഞു. തൻ്റെ നഖങ്ങൾ ഏൽപ്പിച്ച പാടുകൾ കൊണ്ട് ചുവന്ന അയാളുടെ പരുക്കൻ മുഖത്തേക്ക് രുക്മിണി ഒന്ന് നോക്കി. അയാൾ അശ്രദ്ധഭാവനായി നിന്നു. മീരയുടെ മുറിയിലിരുന്ന് ആരാണ് കലമ്പൽ കൂട്ടുന്നത്? ഇൻസ്പെക്ടർ ആയിയോട് ചോദിച്ചു. കൃത്രിമമായ ദുഃഖത്തോടെ സ്വന്തം തലയിൽ ഇടിച്ചുകൊണ്ട് ആയി പറഞ്ഞു. അവൻ തന്നെ, ആ വിദ്യാർത്ഥി. അവൻ വീണ്ടും അവളെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഈ സ്ഥലത്തു നിന്ന് തന്നെ അവനെ ഓടിക്കാൻ എനിക്ക് കഴിയും. ഒരു ദിവസം നേരത്തെ പറഞ്ഞാൽ മതി. എനിക്ക് വേണമെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുവാനും കഴിയും, ഇൻസ്പെക്ടർ പറഞ്ഞു. അങ്ങേക്ക് അതിന് കഴിയുമെന്ന് എനിക്കറിയാം, ആയി പറഞ്ഞു. അവനെ കൊണ്ട് മീര മടുക്കുന്നതുവരെ ണ്ട്. നാട് വിട്ടുപോയ എൻ്റെ മോൻ മടങ്ങി വന്നാൽ നിശ്ചയമായും ഞാൻ അവനെ കൊണ്ട് ഇവളെ വിവാഹം കഴിപ്പിക്കും. അവരെന്തു യോജിപ്പുള്ള ദമ്പതികളായിരിക്കും. 2 പേരും വെളുത്താണിരിക്കുന്നത്. കണ്ണുകൾക്ക് തിളക്കവുമുണ്ട്. ആയി വാചാലയായി. നിന്റെ ആ പുത്രൻ്റെ അച്ഛൻ ഒരു ബ്രാഹ്മണനാണോ? ഇൻസ്പെക്ടർ ചോദിച്ചു. അതും പറഞ്ഞ് ആയിയും ഇൻസ്പെക്ടറും ആഹ്ലാദത്തോടെ ചിരിച്ചു. എനിക്ക് പോകാൻ സമയമായി, ഇൻസ്പെക്ടർ പറഞ്ഞു. കൗസല്യയുടെ സ്ഥലത്ത് അങ്ങ് പോയി എന്നു കേട്ടത് സത്യമാണോ? ആയി ചോദിച്ചു. സത്യം പറഞ്ഞിട്ടേ ഇവിടെ നിന്ന് അങ്ങ് പോകാവൂ, ആയി അഭ്യർത്ഥിച്ചു. ആ പിശാച് സിന്ധുബായിയെ ഞാൻ ജയിലിൽ അയക്കുന്നുണ്ട്. ആ വീടിനടുത്തുകൂടി ഇന്നലെ ബസ് സ്റ്റോപ്പിലേക്ക് ഞാൻ പോയത് സിന്ധുബായി കണ്ടു കാണും. എന്നിട്ട് അതുടനെ അവൾ ഇവിടെ കൊണ്ടുവന്നു കൊടുത്തിരിക്കുന്നു, ഇൻസ്പെക്ടർ പറഞ്ഞു. ഞാനെന്തിനവിടെ പോകണം ലക്ഷ്മിബായി? സ്നേഹക്കൂടുതലും പരിഭവവും ഭാവിച്ച് ആയി മൂക്കു പിഴിഞ്ഞു. അവർ കരഞ്ഞേക്കുമെന്ന് പോലും തോന്നി. അവൾ, കൗസല്യ, എൻ്റെ നിർദോഷികളായ കുട്ടികളെ പറ്റി എന്തെല്ലാം ചീത്തകഥകളാണ് പറഞ്ഞു പരത്തുന്നത്. സിന്ധുതായി പറയുന്നത് കേട്ടു. എൻ്റെ പെൺകുട്ടികൾക്കെല്ലാം രോഗമാണെന്ന് അവൾ പറഞ്ഞതായി. അത്തരം നുണകൾ പ്രചരിപ്പിച്ചാൽ നമ്മുടെ ബിസിനസ് പൊളിഞ്ഞു പോവില്ലേ? പാവപ്പെട്ട എൻ്റെ കുട്ടികൾ പട്ടിണി കിടന്ന് ചത്തുപോവില്ലേ?
കരയാതെ. ആ സ്ത്രീയുടെ തടിച്ച കൈകൾ മെല്ലെ തലോടിക്കൊണ്ട് അയാൾ സ്വരം താഴ്ത്തി പറഞ്ഞു. നിന്റെ സൽപ്പേര് ഞാൻ കാത്തുരക്ഷിക്കും. നിന്റെയും ഈ വീടിൻ്റെയും സുഹൃത്താണ് ഞാൻ. ഒരിക്കലും നിങ്ങളെ ഞാൻ കൈവിടുകയില്ല. ആയിയുടെ മുഖം ഒരൽപ്പം പ്രസന്നമായി. ചിരിക്കാൻ പോലും അവർ ശ്രമിച്ചു. ഒന്ന് മുറുക്കൂ ഇൻസ്പെക്ടർ സാഹേബ്, അവർ അപേക്ഷിച്ചു. ഇൻസ്പെക്ടർ പോയി കഴിഞ്ഞപ്പോൾ ആയി വിചാരമഗ്നയായി. അഴികൾക്കിടയിലൂടെ നോക്കി നിന്നിരുന്ന പെൺകുട്ടികളെ അവർ ശകാരിക്കാൻ തുടങ്ങി. എന്തു പറ്റിയടി പെൺപിള്ളേരെ നിങ്ങൾക്ക്? ആയി ചോദിച്ചു. പുരുഷന്മാരെ വശീകരിക്കാൻ നീയെല്ലാം മറന്നോ? നിനക്കെല്ലാം വേണ്ടി മുട്ടയും മീനും നെയ്യുമൊക്കെ വാങ്ങാൻ ഞാൻ പണം വെറുതെ കളയുകയാണ്. മീരയ്ക്കല്ലാതെ നിനക്ക് ഒരുത്തിക്ക് പോലും ഒരു പുരുഷനെ വശീകരിച്ചു വരുത്താൻ അറിഞ്ഞുകൂടാ. അവളാണെങ്കിൽ അവളെ രാഷ്ട്രീയം പഠിപ്പിക്കുന്ന കാശിന് കൊള്ളാത്ത ഒരുത്തനുമായി മുറിയും പൂട്ടി കിടക്കുന്നു. എത്ര പ്രമാണികളാണ് ഇതുവഴി കാറിൽ പോവുകയും ഇങ്ങോട്ട് നോക്കാനായി കാർ പതുക്കെ ഓടിക്കുകയും ചെയ്യുന്നത്. അവരെ ആരെയെങ്കിലും ആകർഷിക്കാൻ നീയൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒരു കൂട്ടം പന്നികളെയാണ് ഞാനിവിടെ തീറ്റ കൊടുത്തു വളർത്തുന്നത്. എന്നേക്കാൾ എത്രയോ ഭാഗ്യവതിയാണ് ആ കൗസല്യ. അവൾ അവളുടെ പെൺകുട്ടികളെ ചാട്ട കൊണ്ടടിക്കും. അതും അവർക്ക് ഗുണമേ ചെയ്യുന്നുള്ളൂ. അവളുടെ വീട്ടിനടുത്ത് കാറുകൾ നിൽക്കുന്നത് നോക്കി ഇപ്പോൾ തന്നെ 2 കാറുകളായി. 8 മണി പോലും ആയിട്ടില്ല. നിന്നെയൊക്കെ വീട്ടിൽ നിന്ന് അടിച്ചൊടിച്ച് ഞാൻ കാശിക്ക് പോകുകയാണ് നല്ലത്. ഒന്നുമില്ലെങ്കിലും സമാധാനത്തോടെ മരിക്കുകയെങ്കിലും ചെയ്യാമല്ലോ. അപ്പോഴേക്കും ആരോ ഒരാൾ സീതയെ ആവശ്യപ്പെട്ടുകൊണ്ടുവന്നു. എനിക്കിന്ന് വയ്യായി. അന്ന് തന്നെ വിശ്രമിക്കാൻ അനുവദിക്കണമെന്ന് ദീനമായ അപേക്ഷയോടെ സീത കേണു. അദ്ദേഹത്തോടൊപ്പം നീ പൊടിക്കുട്ടി. കഥകിനപ്പുറത്തേക്ക് സീതയെ മെല്ലെ പിടിച്ചു തള്ളി വിട്ടുകൊണ്ട് ആയി പറഞ്ഞു. ആ ചതുരത്തിൽ നിന്നും എൻ്റെ കട്ടകൾ എടുത്തു മാറ്റരുതേ രുക്മിണി. വാതിൽ അടയുന്നതിനു മുമ്പ് സീത വിളിച്ചു പറഞ്ഞു. കളി പൂർത്തിയാക്കാൻ ഞാൻ ഉടനെ വരാം. തമിഴനാണെങ്കിലും അദ്ദേഹം ഒരു ശാന്ത മനുഷ്യനാണ്, ആയി പറഞ്ഞു. അവിടെ ഒരു സ്കൂളിലാണ് അദ്ദേഹത്തിന് ജോലി. മാസത്തിൽ ആദ്യ ആഴ്ച അദ്ദേഹം വരും. അപ്പോഴെല്ലാം സീതയെ മാത്രമേ അദ്ദേഹം വിളിക്കാറുള്ളൂ. കോളേജിൽ പഠിക്കുന്ന പ്രായമെത്തിയ 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. ഭാര്യ വാദം പിടിച്ച് കിടപ്പിലും. സ്വന്തം ജീവിതത്തെപ്പറ്റി അദ്ദേഹം എല്ലാം എന്നോട് പറയും. ഒന്നും മറച്ചു വെക്കാറില്ല. മറ്റുള്ളവരെ പോലെ അദ്ദേഹം ഒളിപ്പുകാരനുമല്ല. വീട്ടിനകത്തു നിന്നും ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ ആയിയുടെ ചെവിയിൽ വന്ന് എലച്ചു. നിമിഷ നേരത്തേക്ക് അവൾ ചെവി കൂർപ്പിച്ചിരുന്നു. എന്നിട്ട് വിളിച്ചു ചോദിച്ചു, ആര്? നമ്മുടെ മീരയാണോ കരയുന്നത്? അവളുടെ മുറിയിൽ പോയി നോക്ക് എന്താണെന്ന്. ആണുങ്ങൾ വിചിത്ര ജീവികളാണ്. അവരുടെ പ്രവൃത്തികൾ ആർക്കും പ്രവചിക്കാൻ വയ്യ. എനിക്ക് ചെറുപ്പമായിരുന്നപ്പോൾ പണക്കാരനായ ഒരാൾ വന്നു. ഏതാണ്ട് അരമണിക്കൂർ നേരം അയാൾ എന്നെ പുതിരെ തല്ലി. പോയപ്പോൾ 30 രൂപയും തന്നു. അക്കാലത്ത് 30 രൂപയെന്ന് പറഞ്ഞാൽ വലിയ തുകയാണ്. എനിക്ക് കരയാൻ പോലും കഴിഞ്ഞില്ല. അത്രയ്ക്ക് അത്ഭുതമായിരുന്നു. പിന്നീട് പലപ്പോഴും ഞാൻ അയാൾക്ക് വേണ്ടി കാത്തിരുന്നു. പക്ഷേ ഒരിക്കലും അയാൾ വന്നില്ല. നിങ്ങളുടെ മകൻ്റെ അച്ഛൻ എങ്ങനെയുള്ള ആളായിരുന്നു ആയി? രാധ ചോദിച്ചു. ആയി രാധയുടെ കവിളത്ത് സ്നേഹമസൃണമായി ഒന്ന് ഒഴിഞ്ഞു. എൻ്റെ മോൻ്റെ അച്ഛനെക്കുറിച്ച് മാത്രം നീ ചോദിക്കരുത്, ആയി പറഞ്ഞു. അദ്ദേഹം ഒരു മഹാബ്രാഹ്മണനായിരുന്നു. നിന്റെ അടുത്തൊക്കെ വരുന്നവരുടെ തരത്തിലുള്ള ആളായിരുന്നില്ല അദ്ദേഹം. അദ്ദേഹം അതിബുദ്ധിമാനായിരുന്നു. പോകാൻ നേരത്ത് വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അദ്ദേഹം വേദമന്ത്രം ഉരുവിടുമായിരുന്നു. നമ്മുടെ മീരത്തായിയുടെ ആളെ പോലെ തോന്നുന്നു അദ്ദേഹം, രാധ കുസൃതിയോടെ പറഞ്ഞു. ചില രാത്രികളിൽ അയാൾ ഗീതാഗോവിന്ദം പാടും. അയാൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ചില പാട്ടുകൾ മീരത്തായി പാടാൻ ശ്രമിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. 19 കൊല്ലം മുമ്പ് അവളെ ആരാണ് എൻ്റെ വീട്ടുപടികൾ കൊണ്ടുവച്ചതെന്ന് ഞാൻ ഇപ്പോഴും അത്ഭുതത്തോടെ ആലോചിക്കാറുണ്ട്. ഭർത്താവ് സ്ഥലത്തില്ലാത്തപ്പോൾ ഗർഭം ധരിച്ചു പോയ ഏതെങ്കിലും ഒരു കുടുംബിനിയായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ചെയ്തത്. ഒരു കുട്ടിയുമായി ജീവിതം കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത വല്ല വേശ്യയുമായി കൂടൊന്നുമില്ല. രാധ തിരിച്ചടിച്ചു. നിനക്കെല്ലാം മീരയോട് അസൂയയാണ്, ആയി പറഞ്ഞു. ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ മീരയുടെ പതിവുകാരൻ മുറിയിൽ നിന്ന് ഇറങ്ങി നടന്നുപോയി. വിസ്മയത്തോടെ ആയി അത് നോക്കിയിരുന്നു. അയാളും കരഞ്ഞിരിക്കുന്നു. ഈ ചെറുപ്പക്കാരൻ എന്താണ് തകരാറ്? തലയ്ക്ക് സുഖമില്ലേ? അയാളെപ്പറ്റി മീരയോട് ചോദിച്ചറിയാൻ തന്നെ തീരുമാനിച്ചു. ഇത്തരമൊരു ബുദ്ധിഭ്രമക്കാരൻ വരുന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചുകൂടാ. ഭാര്യയെ കൊണ്ടു മടുത്ത ബിസിനസ്സുകാരെയോ പണക്കാരെയോ ഇടയ്ക്കൊന്ന് ഉല്ലസിക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയക്കാരെയോ അതുപോലെ ഉന്നതരെയോ വേണം മീര ആകർഷിക്കേണ്ടത്. വില കൂടിയ പാരിതോഷികങ്ങൾ കിട്ടുമെന്നു തന്നെയല്ല, അവരുടെ സാന്നിധ്യം വീടിന് പ്രശസ്തിയും ഉണ്ടാക്കിത്തരും. മുറിയിൽ കരഞ്ഞുകൊണ്ടിരുന്ന മീരയോടായി ആയി വിളിച്ചു പറഞ്ഞു.
നീ ഇവിടെ വരൂ. മീര മുറിയിൽ നിന്നും പുറത്തിറങ്ങി ചന്ദ്രന്റെ പ്രഭ വിതറുന്ന നിയോൺ ദീപത്തിന്റെ താഴെ വന്നു നിന്നു. കലങ്ങി കരഞ്ഞ അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു. എൻ്റെ മോളെ, അവൻ എന്തു ചെയ്തു? ആയി ചോദിച്ചു. അദ്ദേഹം ഒന്നും ചെയ്തില്ല ആയി, മീര മൊഴിഞ്ഞു. അദ്ദേഹം എന്നും എന്നോട് ഇഷ്ടവും സ്നേഹവും കാണിച്ചിട്ടേയുള്ളൂ. പിന്നെ നീ എന്തിനാണ് മോളെ കരഞ്ഞത്? ആയി ചോദിച്ചു. നിനക്ക് വിഷമമുണ്ടാക്കുന്ന എന്തെങ്കിലും അവൻ പറഞ്ഞു കാണുമല്ലേ? മീര പാദത്തിൽ ദൃഷ്ടികൾ ഊന്നി നിന്നു. അവൾ ഒന്നും ഉരിയാടിയില്ല. നിന്നെ ചീത്ത പറഞ്ഞോ അവൻ? വീണ്ടും ആയി ചോദിച്ചു. ഇല്ല ആയി, മീര മറുപടി നൽകി. എന്നെ കാണാൻ വന്നതിന് സ്വന്തം പേന വിൽക്കേണ്ടി വന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വന്തമായി വരുമാനമൊന്നുമില്ല അദ്ദേഹത്തിന്. ഉച്ചയ്ക്ക് ഊണിന് വീട്ടിൽ നിന്നും കൊടുക്കുന്ന കാശും ബസ് ചാർജും മിച്ചം പിടിച്ചാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത്. അദ്ദേഹം എന്നെ പ്രേമിക്കുന്നു. അത് പറയുമ്പോൾ മീരയുടെ കണ്ണുകൾ തുള്ളി തുളുമ്പിയിരുന്നു. ഈ വീടിൻ്റെ സൽപ്പേര് മുഴുവൻ നീ കളഞ്ഞു കുളിച്ചു, ആയി ശാസിച്ചു. വഴി നീളെ വിളിച്ചുകൊണ്ട് നടന്ന് പലഹാരം വിൽക്കുന്നവന്മാരിൽ നിന്നും അതും ഇതുമൊക്കെ വാങ്ങി വാരി വലിച്ചു തിന്നിട്ട് ഇവിടെ വരുന്നവരുടെ മുഖത്ത് അതൊക്കെ ഛർദ്ദിച്ചു കൊടുക്കുന്നോ? വണ്ടിക്കാരിൽ നിന്നും പലഹാരങ്ങൾ വാങ്ങി തിന്നരുതെന്ന് എത്ര വട്ടം നിന്നെ ഞാൻ വിലക്കിയതാണ്. നന്ദി കെട്ട ശവം. 3 ദിവസത്തേക്ക് നിന്നെ ഞാൻ പട്ടിണിക്ക് ഇടുന്നുണ്ട്. സീത വിമ്മി വിമ്മി കരയാൻ തുടങ്ങി. എൻ്റെ കുറ്റമല്ല ആയി, അവൾ വിതുമ്പി. കുറേ ദിവസമായി എനിക്ക് വയ്യ. എനിക്കൊന്നും തിന്നണമെന്ന് പോലും തോന്നുന്നില്ല. എന്നും വൈകിട്ടാകുമ്പോൾ വയറാകെ ആളി കത്തുമ്പോലാണ്. നീ അല്പം ഒന്ന് ഉടഞ്ഞിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് ആയി അവളുടെ വെള്ള ബ്ലൗസ് പൊക്കി അവളുടെ കുരുന്നുമുലകൾ പരിശോധിച്ചു. അതാവാൻ വയ്യ, ആയി പെറുപെറുത്തു. നീ തിരണ്ടിട്ട് പോലുമില്ലല്ലോ. ആയി 3 ദിവസത്തെ അവധി സീതയ്ക്കു നൽകി. സീത ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടിപ്പോയി. 3 ദിവസം എനിക്ക് ആരുടെയും അടുത്ത് പോകണ്ടല്ലോ. സന്തോഷം കൊണ്ട് തൊണ്ട നിറഞ്ഞ സ്വരത്തിൽ അവൾ ഉറക്കെ പറഞ്ഞു. രുക്മിണി, നമുക്ക് വട്ട് കളിക്കാം, വാ. മധ്യാഹ്നം കഴിഞ്ഞിരിക്കുന്നു. കമ്പിയഴികളിൽ ചാരി നിന്ന് സീത അവളുടെ കൂട്ടുകാരിയോട് പറഞ്ഞു. ആകാശം നോക്ക്, കുമ്മായം തേച്ച ചുവര് പോലെ ഉണ്ടല്ലേ. വെളുത്ത ചുവരുള്ള ഒരു വീട്ടിലായിരുന്നു പണ്ട് ഞാൻ താമസിച്ചിരുന്നത്. എല്ലാ വർഷവും ദീപാവലി വരുമ്പോൾ കുമ്മായവും പൊടിച്ച മണ്ണും ചേർത്ത് കലക്കി അച്ഛൻ ചുവരുകളിലെല്ലാം വെള്ളയടിക്കുമായിരുന്നു. നിന്റെ അച്ഛൻ എവിടെ സീത? രുക്മിണി ചോദിച്ചു. അവൾ ചുമല് കുലുക്കി. അച്ഛൻ മരിച്ചു. എല്ലാവരും മരിച്ചു. 4 കൊല്ലം മുമ്പ് കോളറ എല്ലാവരെയും കൊണ്ടുപോയി. എൻ്റെ വീട്ടിൽ 5 മരണങ്ങൾ ഉണ്ടായി. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ 3 ജ്യേഷ്ഠന്മാർ. വെളുത്ത ചുവരുകളുള്ള ആ വീട്ടിനെന്തു പറ്റി? രുക്മിണി ചോദിച്ചു. അതും ചത്തുപോയി കാണും. സീതയും രുക്മിണിയും ചിരിച്ചു. എല്ലാം ചാകും. ഉച്ചവെയിലിൻ്റെ ചൂട് ഒന്ന് കുറഞ്ഞപ്പോൾ ആ കൊച്ചു പെൺകുട്ടികളെ ആയി അടുത്തേക്ക് വിളിച്ചു. വാ കുട്ടികളെ, നിങ്ങളുടെ മുടി ചീകിത്തരാം. ആദ്യ രുക്മിണിയുടെ ഊഴമായിരുന്നു. അവളുടെ ചുരുണ്ടു കുറുകിയ മുടിയിലെ ചിക്കെല്ലാം കളഞ്ഞ് അത് നീട്ടി വലിച്ചു കെട്ടി. അമർത്തിച്ചീകുമ്പോൾ അസ്വസ്ഥത കൊണ്ട് രുക്മിണി മുഖം വലിച്ചു കൂട്ടിയിരുന്നു. മുടിയിൽ പുരട്ടാൻ ഞാൻ നിനക്ക് ബ്രഹ്മി എണ്ണ വാങ്ങിത്തരാം, ആയി പറഞ്ഞു. 2 മാസം കൊണ്ട് നിന്റെ മുടിക്ക് നല്ല ബലം വരും. ഇപ്പോൾ നിന്റെ മുടി വളരെ നേർത്ത മിനുസമുള്ളതാണ്. സീതയുടെ മുടി നോക്ക്, അത് നല്ല കട്ടിയുള്ളതാണ്. അവൾക്ക് മുടിയുടെ ഭാരവും കൊണ്ട് നടക്കാൻ പോലും വയ്യ. ആ കുട്ടികളുടെ മുടി ചീകി വകഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പടിക്കല്ലിൽ കാലുരച്ചു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് സിന്ധുത്തായി പടി കയറി വന്നത്. ചുമച്ചു തൊണ്ടയും ശബ്ദവും നേരെയാക്കിക്കൊണ്ട് അവർ ചോദിച്ചു. എങ്ങനെയൊക്കെ ഇരിക്കുന്നു പെങ്ങളെ? ഇന്ന് മുഖത്ത് വലിയ സന്തോഷം കാണുന്നുണ്ടല്ലോ. ആ വൃത്തികെട്ട കിളവിയുടെ കണ്ണുദോഷത്തെപ്പറ്റി പെട്ടെന്ന് ഓർമ്മിച്ചു പോയ ആയി വിളറിപ്പോയി. ഗണേശ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു വിധമൊക്കെ അങ്ങനെ കഴിയുന്നു, ആയി മറുപടി നൽകി. സീതയ്ക്ക് നല്ല സുഖം. കറങ്ങി തിരിയാനല്ലേ എനിക്ക് കഴിയൂ. 1 കൊല്ലം കവലയിൽ ഇരുന്ന് ഞാൻ ഭിക്ഷ തേടി. അപ്പോൾ ഈ പ്രദേശത്തുകാർക്കെല്ലാം എന്നെ കൊണ്ട് ഉപയോഗമുണ്ടായി. വെറും 20 രൂപയുടെ ചെലവിൽ ഗർഭം അലസിപ്പിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. അതുകൊണ്ട് നിങ്ങളൊക്കെ എന്നെ വീടുകളിൽ കൂട്ടിക്കൊണ്ടുവന്നു. എനിക്ക് ഭാഗ്യമുണ്ട്. പക്ഷെ എന്നെ പോലെ ഭാഗ്യം നിനക്കുണ്ടാകണമെന്ന് നിനക്കെങ്ങനെ ഉറപ്പിക്കാം? സാരി തുമ്പുകൊണ്ട് മുഖം മറച്ച് ആയി ലജ്ജയൊന്നും കൂടാതെ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. എൻ്റെ ഗ്രാമത്തിലെ ചെളി നിറഞ്ഞ കുളത്തിൽ കിടക്കുന്ന എരുമകൾ ഉണ്ടാക്കുന്ന ഒച്ചയാണ്. അതു കേട്ടപ്പോൾ സീതയ്ക്ക് ഓർമ്മ വന്നത്. ആയിയുടെ കരച്ചിലിൻ്റെ ശബ്ദം എന്തു വിചിത്രമാണ്. തോളുകൊണ്ട് അവർ രുക്മിണിയെ ഒന്ന് കുലുക്കി.
കുലുങ്ങിച്ചിരിക്കാൻ പെട്ടെന്ന് അവൾ ആഗ്രഹിച്ചു. പക്ഷെ ആ തടിച്ച സ്ത്രീ കരയുന്നത് സഹതാപാർദ്രമായ മുഖഭാവത്തോടെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു രുക്മിണി. അകത്തുനിന്നും മീര ഉറക്കെ വിളിച്ചു, രുക്മിണി, നീ ഒന്ന് ഇങ്ങോട്ട് വാ, എൻ്റെ ചോളിയുടെ പുറകിലത്തെ ഹുക്കൊന്നിട്ട് തരൂ. തുറന്ന ചോളിയും കറുത്ത സാറ്റിൻ കൊണ്ടുള്ള പെറ്റിക്കോട്ടും ധരിച്ചു നിൽക്കുന്ന മീരയെ സഹായിക്കാനായി രുക്മിണി മുറിക്കകത്തേക്ക് ചെന്നു. മീരയുടെ മുഖം സന്തോഷം കൊണ്ട് ജ്വലിച്ചിരുന്നു. നെറ്റിയിൽ ചുവന്ന കുങ്കുമവും കണ്ണിൽ മഷിയും എഴുതിയിരുന്നു. മീരത്തായി, പുറത്തെവിടെയെങ്കിലും പോവുകയാണോ നിങ്ങൾ? ആ കൊച്ചുകുട്ടി ചോദിച്ചു. ഇല്ല, വൈകുന്നേരം വരാമെന്ന് പറഞ്ഞ് എൻ്റെ കൂട്ടുകാരന് വേണ്ടിയാണ് ഞാൻ ഒരുങ്ങുന്നത്, മീര പറഞ്ഞു. നിങ്ങളെ കണ്ടാൽ ഒരു നവവധുവിനെ പോലിരിക്കുന്നു. രുക്മിണി പറഞ്ഞത് കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് മീര അവളെ വാരി പുണർന്നു. ഞാൻ വിവാഹിതയാണ്, മീര പറഞ്ഞു. നീ ആരോടും അത് മിണ്ടിപ്പോവരുതേ. ഞാൻ മീരയും അദ്ദേഹം കൃഷ്ണനും. കൊള്ളാമല്ലേ? രുക്മിണി ഒന്നും മുരിയാടാതെ നിന്നു. ആ വൈകുന്നേരം മീരത്തായി വളരെ വിചിത്രമായി പെരുമാറുന്നത് പോലെ അവൾക്ക് തോന്നി. കടുത്ത പനി പിടിപെട്ടവർ പിച്ചും പെയ്യും പറയുന്നത് പോലെയായിരുന്നു മീരയുടെ സംസാരം. അവളുടെ കാവ്യ, ഈശ്വരൻ നിന്നെ രക്ഷിക്കട്ടെ എൻ്റെ കുട്ടി, മീര മന്ദം മൊഴിഞ്ഞു. പൂമുഖത്ത് രുക്മിണി മടങ്ങി വന്നപ്പോൾ ആയി കരച്ചിൽ നിർത്തുകയും സിന്ധുത്തായി പോയി കഴിയുകയും ചെയ്തിരുന്നു. റോഡിലൂടെ പാഞ്ഞു പോകുന്ന ബസ്സുകളും നോക്കി പടികളിൽ ഇരുന്ന സീതയുടെ അടുത്ത് പോയി രുക്മിണിയും ഇരുന്നു. ഒരു ദിവസം ഡബിൾ ഡക്കറിൽ കയറ്റി ആയി ഞങ്ങളെ കൊണ്ടുപോയി, സീത പറഞ്ഞു. അതിലിരുന്ന് പുറത്ത് കൈയിട്ട് ഒരു മരത്തിൽ നിന്നും ഞാൻ ഒരിക്കൽ ഒരു പേരയ്ക്ക പറിച്ചെടുത്തു. നീ ഒരു ബെഡായി തന്നെ, രുക്മിണി പറഞ്ഞു. ചോദിച്ചു നോക്കായിയോട്, സീത മന്ത്രിച്ചു. സത്യത്തിൽ മരത്തിൽ നിന്നും വിളഞ്ഞു പഴുത്ത പേരയ്ക്ക ഞാൻ പറിച്ചെടുത്തു. അത് നിറയെ കുരുവായിരുന്നു. എനിക്ക് എന്തിഷ്ടമാണെന്നോ പേരയ്ക്കാക്കുരു. പേരയ്ക്കാക്കുരു വയറു നിറയെ ഈര ഉണ്ടാക്കുമെന്നായി ആയി അപ്പോൾ പറഞ്ഞു. നീണ്ടു പുളഞ്ഞു കിടക്കുന്ന വിരകൾ, അതുപോലുള്ള വിര നിന്റെ വയറ്റിൽ കാണുമായിരിക്കും, രുക്മിണി പറഞ്ഞു. അതുകൊണ്ടായിരിക്കും ഇന്നലെ രാത്രി നീ ഛർദ്ദിച്ചത്. ആണുങ്ങൾ എൻ്റെ ശരീരം തൊട്ട് തലോടുമ്പോൾ മനം പുരട്ടുന്നത് കൊണ്ടാണ് ഞാൻ ഇന്നലെ ഛർദ്ദിച്ചത്, സീത പറഞ്ഞു. എല്ലാ ആണുങ്ങളോടും എനിക്ക് വെറുപ്പാണ്. അപ്പോൾ പിന്നെ നിനക്ക് വിവാഹമേ കഴിക്കണ്ടേ? രുക്മിണി അത്ഭുതത്തോടെ ചോദിച്ചു. സ്വന്തമായി ഒരു വീടും സ്വന്തം കുട്ടികളും ഒന്നും വേണ്ടേ നിനക്ക്? പിന്നെ വേണ്ടേന്നോ? സ്വന്തമായൊരു വീടും സ്വന്തം കുട്ടികളും എനിക്ക് ആഗ്രഹമുണ്ട്. കാൽമുട്ടിൽ പിടിച്ചു കളിക്കുന്ന തടിച്ചു കൊഴുത്ത ഒരു കുട്ടിയെയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. എന്നെ നോക്കി അവൻ ചിരിക്കണം, അമ്മ എന്ന് അവൻ എന്നെ വിളിക്കണം. പക്ഷേ ഒറ്റ പുരുഷനും എൻ്റെ വീട്ടിൽ വേണ്ട. വഴിയാത്രക്കാരിൽ നിന്നും മുഖം മറച്ചു പിടിച്ചുകൊണ്ട് ഒരാൾ വന്നു കയറി. ഇത്ര നേരത്തെയോ? ആയി ചോദിച്ചു. വൈകുന്നേരം ആയതുപോലുമില്ലല്ലോ. വൈകിട്ട് എനിക്ക് തിരക്കുണ്ട്, അയാൾ പറഞ്ഞു. ഉടഞ്ഞ ഒരു വെള്ള ബുഷ് ഷർട്ടും ടെർലിൻ പാൻറ്റുമായിരുന്നു അയാൾ ധരിച്ചിരുന്നത്. വിരൽ കടിച്ചുകൊണ്ട് പരിഭ്രമത്തോടെ അയാൾ ചുറ്റും നോക്കി. ശരി ശരി, ആരെ വേണമെന്ന് നോക്കിക്കോളൂ, കൂടി നിന്ന പെൺകുട്ടികളുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആയി പറഞ്ഞു. മീര ഒഴികെ എല്ലാവരും പൂമുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. രാധ പതിവ് പോലെ തുടയും കാണിച്ച് അലക്ഷ്യമായിരിക്കുകയായിരുന്നു. വന്നയാൾ അവളെ നോക്കി വിരൽ ചൂണ്ടി. അവൾ അനുസരണയോടെ അയാളെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോഴേക്ക് മീരയുടെ മുറിയിൽ നിന്നും ഗീതാഗോവിന്ദത്തിൻ്റെ വരികൾ ഉയർന്നു വന്നു. എന്തു മനോഹരമായി പാടുന്നു എൻ്റെ മീര, ആയി പറഞ്ഞു. പെൺകുട്ടികൾ നിശബ്ദരായി പാട്ടും കേട്ടിരുന്നു. രതിസുഖസാരേ ഗതമഭിസാരേ മഥന മനോഹര വേഷം നകുരുനിതം പീനി ഗമന വിളംബന മനുസരതം ഹൃദയേശം. 4. മീര കോളേജ് വിദ്യാർത്ഥിയുമായി ഒളിച്ചോടിയ വിവരം നേരം വെളുത്തപ്പോൾ മാത്രമാണ് ആയി അറിഞ്ഞത്. മീരയുടെ മുറി അടഞ്ഞുകിടന്നിരുന്നു. ആ മുറിയുടെ